കർത്താവേ അരുളിച്ചെയ്താലും അടിയങ്ങൾ കേൾക്കുന്നു. മക്കളെ, പാപം തകർത്ത ജീവിതത്തിന്റെ അടിസ്ഥാനം എവിടെ, എങ്ങനെ ഉറപ്പിക്കുമെന്ന് പല മക്കളും വ്യാകുലപ്പെടാറുണ്ട്. മക്കളെ, ഞാൻ സർവശക്തനും പരമാധികാരിയുമാണ്. നീ എന്നെ വിശ്വസിക്കുകയും എന്നിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ തകർന്ന ജീവിതത്തെ ഞാൻ കൂട്ടിച്ചേർക്കും. ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിന്റെ കാൽ ഞാൻ ഉറപ്പിക്കും. നിനക്ക് പുതിയ ഹൃദയവും നവീന കാഴ്ചപ്പാടും ഞാൻ നൽകും. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനേകം ഗുണപാഠങ്ങൾ മക്കളെ പഠിപ്പിക്കും. അത് നിങ്ങളിൽ അനുകൂല മാറ്റങ്ങൾ വരുത്തും. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയും വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്താൽ നിഷേധവികാരങ്ങൾ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും. പ്രതിസന്ധികളിൽ എന്നോട് ചേർന്ന് നിൽക്കാം, അല്ലെങ്കിൽ ശിഥില വികാരങ്ങൾക്ക് കീഴ്പ്പെടാം. മക്കളെ, ചോയ്സ് നിങ്ങളുടേതാണ്. പൂർണ്ണ ഹൃദയത്തോടെ എന്നിൽ ആശ്രയിക്കുന്ന മക്കളുടെ സുരക്ഷിതത്വവും പ്രതിസന്ധികളും എന്റെ ബാധ്യതയാണ്. അതേപ്പറ്റി ഒന്നും മക്കൾ വ്യാകുലപ്പെടേണ്ടതില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പ്രതിസന്ധികളിലെ ദിവ്യ പരിപാലനത്തിന് നന്ദി പറയുന്നത് മക്കൾ ശീലമാക്കണം. അപ്പോൾ പ്രതിസന്ധികളോടുള്ള അമിത ഭയം കുറയും. പ്രശ്നങ്ങളെ ഭയപ്പെടാതെ, വെറുക്കാതെ അവയെ നിന്റെ വഴികാട്ടിയും ഉപദേഷ്ടാവുമായി കാണുവാൻ എന്റെ മക്കൾക്ക് കഴിയും. മക്കളെ, കഷ്ടനഷ്ട ശോധനകളിലെ സംഘർഷവും സഹനവും ഞാൻ ലഘൂകരിച്ച് തരും. പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് കരുത്തും ഉൾക്കാഴ്ചയും സൃഷ്ടിപരമായ ചിന്തകളുമൊക്കെ നിങ്ങൾക്ക് നൽകുന്നത്. പ്രശ്നങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതിന് പകരം പ്രശ്നങ്ങളാകുന്ന മുള്ളുകളോടൊപ്പം ജീവിക്കുവാനുള്ള അമിത ബലവും കൃപയും ഞാൻ എൻ്റെ മക്കൾക്ക് നൽകും. അതുകൊണ്ട് പ്രതിസന്ധികളുടെ പരിഹാരത്തിനായി മക്കൾ അങ്ങുമിങ്ങും ഓടി നടക്കേണ്ട കാര്യമില്ല. പ്രതിസന്ധികളിലൂടെ നേടുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നന്മ നിറഞ്ഞ കൂട്ടുകാർ. ആരുമില്ലാത്തപ്പോൾ ആരെങ്കിലുമായവർ, വീഴ്ചയിൽ കൈപിടിച്ച് ഉയർത്തിയവർ, നമ്മളറിയാതെ തന്നെ നമ്മെ സഹായിച്ചവർ, നമ്മുടെ തകർച്ചയിൽ സങ്കടപ്പെട്ടവർ, നമ്മുടെ ഉയർച്ചയിൽ നമ്മളെക്കാൾ ഏറെ സന്തോഷിച്ചവർ, അങ്ങനെയുള്ള സുഹൃത്തുക്കളെയും എന്നെയുമൊക്കെ നീ കണ്ടെത്തിയത് എപ്പോഴാണ്? നിന്റെ ജീവിത പ്രതിസന്ധികൾക്കിടയിലാണ്. കൂട്ടം കൂടുമ്പോൾ കൂടുന്നവരല്ല, കൂട്ടം തെറ്റുമ്പോൾ കൂടെയുള്ളവരാണ് മക്കളെ യഥാർത്ഥ കൂട്ടുകാർ. ഇതൊക്കെ മക്കൾ പഠിക്കുന്നത് എപ്പോഴാണെന്നോ? ജീവിത പ്രതിസന്ധികളിലൂടെയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്. ഭയപ്പെടേണ്ട,
ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 1 കൊരിന്ത്യർ 1 ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഈ തിരുവചനങ്ങളാൽ പ്രതിസന്ധികളിലൂടെയുള്ള നമ്മുടെ സഹന യാത്രയിൽ ദൈവം സാന്ത്വനവും ആശ്വാസവും സമാധാനവും നൽകട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.